ക്യാമ്പ്രിക് കോട്ടൺ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കളേഴ്സിലേക്ക് സോഫ്റ്റ് ആയിട്ടുള്ള കളറിലുള്ള പ്രിന്റിലുമാണ് ഇത് വന്നിരിക്കുന്നത്. 129 രൂപയാണ് 1 മീറ്ററിന് ഇതിന്റെ പ്രൈസ്. 44 ഇഞ്ച് വിഡ്ത്തിലുള്ള ഫാബ്രിക്. ഇപ്പൊ നമ്മുടെ ഒരു ഹോട്ട് സീസണിൽ നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാവുന്ന പാറ്റേണിലേക്കാണ് വരുന്നത്. അപ്പൊ നമുക്കൊന്ന് കണ്ടു നോക്കാം. എല്ലാം ഒരു ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ഒരു മിൽക്കി വൈറ്റ് ബേസിലേക്ക് ഡിഫറെന്റ് കളേഴ്സിലുള്ള പ്രിന്റ് ആണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഫിഗറിന്റെ പ്രിന്റ് ആണ്. നമുക്കൊരു ഫ്ലവറിനകത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ലീഫിന്റെ ഒരു ബഞ്ച് ഓഫ് ലീഫിന്റെ അതിനകത്തേക്ക് ബേർഡ്സ് ഇരിക്കുന്നതായിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ. മസ്റ്റാർഡ് യെല്ലോ കളറിലുള്ള പ്രിന്റ് ആണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ. നമ്മുടെ സാധാരണ ആ ഒരു ക്യാമ്പ്രിക്കിനേക്കാളും ഓഫ് വൈറ്റ് ആയതുകൊണ്ട് കുറച്ചും കൂടി കട്ടി പോലെ തോന്നിക്കുന്ന തരത്തിലുള്ള ഫാബ്രിക് ആണ്. നമുക്ക് നന്നായിട്ട് ടോപ്പും ബോട്ടവും ഒക്കെ ആയിട്ട് ചെയ്ത് വെയർ ചെയ്യാം. സെയിം പ്രിന്റ് തന്നെ ഒരു ഗ്രേ കളറിലേക്ക് വന്നിരിക്കുന്നു. ഇത് ബേർഡ്സ് തന്നെയാണ് ഇതിനകത്ത് പോകുന്ന പ്രിന്റ്, പക്ഷെ ഒരു ഗ്രേ കളറിലേക്ക് വന്നിരിക്കുന്നു. നമുക്കിതിന് മാച്ച് ചെയ്യാവുന്ന ഒരു ഡിസൈൻ ഉണ്ട് ഇതിന്റെ കൂടെ തന്നെ. വേണമെങ്കിൽ ടോപ്പ് തന്നെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ടോപ്പും ബോട്ടോ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ടോപ്പ് തന്നെ ആയിട്ട് ചെയ്യാം. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രിന്റ്. അതേ കണ്ടോ, ഇങ്ങനെ ഇരിക്കുക. ഗ്രേ കളറിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം കണ്ട ഡിസൈനും ഇതും കൂടെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് ഒരു റെഡിന്റെ ഒരു ടോൺ ആണ്. ഒരു വൈൻ റെഡ് ആ ഒരു കളറിലേക്ക് വരും. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ. സെയിം ബേർഡ്സിന്റെ പ്രിന്റ്. പിന്നെ നമ്മൾ കണ്ടത് ആ ഗ്രേയിൽ കണ്ട പോലത്തെ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് കേട്ടോ. ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് ടോപ്പും ബോട്ടോ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള കുർത്തിയൊക്കെ ആയിട്ട് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. ഇത് ഇങ്ങനെ ഇരിക്കും ഈ ഒരു കളർ ഡിസൈൻ നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ. 129 രൂപയാണ് ഇപ്പോൾ ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. പർച്ചേസ് ചെയ്യാനായിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക, അതല്ലെങ്കിൽ അങ്കമാലിയിലുള്ള പൂത്തുരാൻ വിസിറ്റ് ചെയ്യുക.